ഉറങ്ങുന്ന യോസേപ്പ് പിതാവിനോട് പ്രാർത്ഥിച്ച എന്തെങ്കിലും ഗുണമുണ്ടോ? നീതിമാനായ ഒരു വ്യക്തി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു കഴിഞ്ഞാൽ അത് വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണെന്ന് വചനം പഠിപ്പിക്കുന്നു. സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ യോസേപ്പ് പിതാവിനെ പ്രത്യക്ഷപ്പെട്ടു. അവനോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും യോസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇതാ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഹെറോദോസ് രാജാവ് തീരുമാനം എടുക്കുകയാണ്. ആ സ്വപ്നത്തിൽ എന്തു പറഞ്ഞോ അതനുസരിച്ച് മുന്നോട്ട് നീങ്ങും. വീണ്ടും നമ്മൾ കാണുന്നത്, വീണ്ടും യോസേപ്പ് പിതാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക എന്ന് വേറെ ഒരു സന്ദേശവും കർത്താവിൻ്റെ ദൂതൻ യോസേപ്പ് പിതാവിന് കൊടുക്കുകയുണ്ടായി. ഈ ഉറങ്ങിക്കിടക്കുമ്പോഴും യോസേപ്പ് പിതാവ്, നമ്മൾ എന്ത് പ്രാർത്ഥനകൾ യോസേപ്പ് പിതാവിൻ്റെ തലയണയുടെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഇതാണ്, യോസേപ്പ് പിതാവ് നമ്മുടെ കാര്യങ്ങൾ സ്വപ്നം കണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. യാക്കോബ് 5:16. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്.